തെങ്കാശിക്കടുത്ത് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ലൊക്കേഷൻ, ഒരുപാട് കൗതുക കാഴ്ചകൾ കാണാൻ കഴിയുന്ന സ്ഥലം. എനിക്കിവിടുത്തെ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളേക്കാൾ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണാനാണ് കൂടുതലും ഇഷ്ടം. കാരണം സീസൺ ടൈമിൽ എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു ലൈഫാണ് കുറ്റാലത്തിനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ച കുറ്റാലത്തിൻ്റെയാണ്. കാണാം. ഫോർത്ത് മ്യൂസിക്കിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോ നമ്മൾ തിരുമലൈക്കോവിലിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കുറ്റാലത്തേക്ക് യാത്ര ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ തെങ്കാശിയുടെ മനോഹരമായ കാഴ്ചകളാണ് ആ വീഡിയോയിൽ നമ്മൾ കൂടുതലും കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറ്റാലത്തിൻ്റെ സ്പോട്ട് കാഴ്ചകളാണ് നമ്മുടെ ലക്ഷ്യം. തിരുമലൈക്കോവിലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയേ. നല്ലൊരു സ്പോട്ടാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ചെറുതായിട്ടൊന്ന് ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു. എളുപ്പത്തിലെത്താൻ ദൂരക്കുറവുള്ള വഴിയെന്നൊക്കെ കാണിച്ച് ആ വഴി തിരിഞ്ഞതാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ടാറിങ്ങിനായിട്ട് വഴി മൊത്തം ഇളക്കിയിട്ടേക്കാണ്. ഒരുപാട് ദൂരത്തോളമായിട്ട് ഇങ്ങനെ തന്നെ. കുറ്റാലം 5 ഫാൾസ് ആണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഇന്ന് നല്ല തിരക്കുണ്ട്. കാറിൻ്റെയും ബസ്സിൻ്റെയൊക്കെ നീണ്ട നിര കുറച്ച് നേരമായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വെള്ളച്ചാട്ടങ്ങൾ നന്നേ കുറവല്ലേ. അതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളുള്ള സ്പോട്ടിൽ സീസൺ ടൈമിൽ നല്ല തിരക്കായിരിക്കും. പാർക്കിംഗ് ഏരിയയിൽ എന്തായാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടി. കാറ് പാർക്ക് ചെയ്ത് ഡോറ് ലോക്ക് ചെയ്ത് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ 5 ഫാൾസ് വാട്ടർഫാൾസിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറ്റാലം 5 ഫാൾസ് എന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കടകൾ, ഈ തിരക്ക്, അതൊക്കെ രസമുള്ള കാഴ്ചകളാണ്. ഒരുപാട് കരകൗശല വസ്തുക്കളും ഡ്രസ്സുകളും തുടങ്ങി ഒരുപാട് കിടിപിടികൾ ഇവിടെ കിട്ടും. പണ്ട് ഈ മിന്നാമിന്നി ബൾബൊക്കെ വെച്ചത് എന്തൊക്കെയോ ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് വാങ്ങിയ ഓർമ്മ ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാവും ഈ കാഴ്ചകൾ എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ കൈ പിടിച്ച് ഇവിടെയൊക്കെ കളിപ്പാട്ടം വാങ്ങിക്കാൻ നടന്ന ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിനായിട്ട് കളിപ്പാട്ടം തേടി നടക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉള്ളൊരു വ്യത്യാസം. പലതരത്തിലുള്ള ചെറുകടികളും ഭക്ഷണങ്ങളും ഡ്രസ്സുകളും കളിപ്പാട്ടവും തുടങ്ങി ഒരുപാടുണ്ട് ഇവിടെ കാണാനും വാങ്ങിക്കാനുമൊക്കെ. വളകൾ, മാലകൾ, പൊട്ട്, ചീപ്പ് തുടങ്ങി എന്തൊക്കെയല്ലേ. വലിയ വിലയുമില്ല. ഒരു പക്ഷേ സീസൺ അവസാനിക്കാറായതുകൊണ്ടാവും ഈ വിലക്കുറവ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പ്രത്യേകിച്ച് അങ്ങാടി മരുന്നുകളും പലതരത്തിലുള്ള മെഡിസിനൽ ഹെർബൽ പ്രൊഡക്ട്സും ഒക്കെ ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് നേരിട്ട് കളക്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതലും വിൽപ്പനയ്ക്കുള്ളത്. രസം എന്താണെന്ന് വെച്ചാൽ, ചിലതിൻ്റെയൊക്കെ പേരുകൾ കേട്ടിട്ടുകൂടിയില്ല. അതിൻ്റെയൊക്കെ യൂസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. പനി തുടങ്ങി അങ്ങ് ഷുഗറിന് വരെ ഇവിടെ പച്ചമരുന്നുകളുണ്ട്. പിന്നെ ബിരിയാണിക്കൊക്കെ വേണ്ട പല കൂട്ടുകളും നല്ല ക്വാളിറ്റി ഉള്ളത് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സൗന്ദര്യം കൂട്ടണമെന്ന് നമുക്കൊന്ന് തോന്നിയാൽ അതിനുമുണ്ട് ഇവിടെ മരുന്നുകൾ. மலைக்குறிஞ்சி கீரை. ഷുഗർ பிபி எல்லாம் நான் கண்ட்ரோல் பண்ணுறேன். ஒரு இலை சாப்பிட்டாலே 24 ஹவர்ஸ் சுகர் தெரியவே தெரியாது. யாராக இருந்தாலும் சரி. ஆமாம், 24 ஹவர்ஸ் சுகரே இருக்காது. என்ன சாப்பிட்டாலும் இனிக்காது ஒரு இலை சாப்பிட்டா. ஆமாம், இங்கே கிடைக்கும். இங்கேயே கிடைக்கும். இங்கே நம்ம மலையில் கிடைக்காது. இந்த குற்றாலத்தை சுற்றியே கிடைக்கும். வேறு வெளியில் எங்கேயும் ரொம்ப கிடைக்காது. കുഞ്ഞൂസിന് ഈ നേരം കൊണ്ട് ഞങ്ങൾ ഫുഡ് കൊടുത്തു. ഞങ്ങളിവിടൊക്കെ നടന്ന് കാണുന്നതിൻ്റെ ഇടയ്ക്ക് മോന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ കാണിച്ച ഒരു വിധത്തിലാണ് അവനെ കഴിപ്പിച്ചത്. യാത്രയുടെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണം. കഴിക്കാൻ നല്ല മടി. എന്തായാലും ഒരു വിധത്തിൽ ഞങ്ങൾ ഫുഡ് കൊടുത്തു. ഇവിടെയൊക്കെ പ്രിൻ്റഡ് ടീഷർട്ട്സൊക്കെ ഭയങ്കര വിലക്കുറവിൽ വിൽപ്പനയ്ക്കുണ്ട്. 99, 199 ഒക്കെ തുടങ്ങിയാണ് അതിൻ്റെ ഒരു റേഞ്ച്. നല്ല ഭംഗിയുള്ള ടീഷർട്ട്സ്. ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. കുളിക്കാനായി പോകുന്നവരുടെയും കുളി കഴിഞ്ഞവരുടെയും ഒരു കുത്തിരിയാണ് മുന്നിൽ. എവിടെയും ചന്ദ്രിക സോപ്പിൻ്റെയും മെഡിമിക്സിൻ്റെയൊക്കെ മണം.
ഇവിടെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ മുൻഭാഗം മെയിൽ സൈഡെന്നും ഫീമെയിൽ സൈഡെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആണുങ്ങൾക്ക് കുളിക്കാൻ വലത്തെ സൈഡും സ്ത്രീകൾക്ക് കുളിക്കാൻ ഇടത്തെ സൈഡും വേലിയൊക്കെ ഇട്ട് രണ്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. മുന്നിൽ നിൽക്കാൻ സ്പേസ് ഇല്ല. എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കിട്ടിയ സ്പേസിൽ കുളിക്കാനുള്ള ശ്രമമാണ്. ചിലരൊക്കെ പാറയുടെ പുറത്ത് കയറി നിന്ന് ഫുള്ള് നനയുന്നു. മറ്റു ചിലർ കിട്ടിയ സ്ഥലത്ത് അകലേക്ക് തെറിച്ചു വീഴുന്ന വെള്ളത്തുള്ളികൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. മുന്നിൽ നിൽക്കുന്നവർ മാറിയിട്ട് അവരുടെ ഊഴം കാത്ത്. അപ്പുറത്ത് അതിലും നല്ല തിരക്കാണ്. വെള്ളം തീരെ കുറവാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, സീസൺ ഏതാണ്ട് അവസാനിക്കാറായി. സീസൺ കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വെള്ളം കാണില്ല. വൃത്തി ഒട്ടുമില്ല കേട്ടോ, ഒരു രക്ഷയില്ല. എല്ലായിടത്തും അഴുക്ക് കെട്ടിക്കിടക്കുന്നു. എണ്ണയും സോപ്പും കിടന്ന വെള്ളം, ചെരുപ്പും പഴകിയ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എല്ലാം വെള്ളത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരു നല്ല സ്ഥലം മുഴുവൻ മലിനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുപാട് മാറാനുണ്ട്. അതിപ്പോൾ കേരളം തമിഴ്നാടൊന്നും ഇല്ലല്ലോ. എല്ലാം നമ്മൾ തന്നെയല്ലേ, നമ്മളാൽ തന്നെയല്ലേ. കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നിന്നു. ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാണ്. ഇവിടേക്ക് എത്തുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ട്. നല്ല സുഖ ജീവിതം. ഇവരുടെ ചലനങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്, പ്രത്യേകിച്ച് കുട്ടിക്കുരങ്ങന്മാരുടെ. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്ക്. അത് മാത്രമല്ല വൃത്തി തീരെ കുറവാണ്. അങ്ങോട്ടങ്ങോട്ടും ഇറങ്ങാമെങ്കിൽ ഭയങ്കര പാടാണ്. ഭയങ്കര തിരക്കും ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കുറേ കണ്ടിട്ടിങ്ങി പോകും. കുഞ്ഞിനെ ആ പരിസരത്തോട്ട് കൊണ്ടുപോയില്ല. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി ഓൾഡ് കുറ്റാലം ന്യൂ കുറ്റാലം എന്നൊക്കെ പറഞ്ഞ് 2 വെള്ളച്ചാട്ടം കൂടെ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി കുറ്റാലം മെയിൻ വാട്ടർഫാൾസ് ആണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, ഒരു 3-4 കിലോമീറ്റർ മാത്രം വ്യത്യാസം. ഈ വഴി കണ്ടപ്പോൾ മുന്നേ വന്ന വഴി ഓർമ്മ വന്നു. എൻ്റെ പൊന്നോ, എന്തായിരുന്നല്ലേ, അതും അത്രയും ദൂരം. ഇവിടെയും തിരക്ക് ഒട്ടും മോശമല്ല. പക്ഷേ ആദ്യത്തെ വെള്ളച്ചാട്ടം അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കുറച്ച് കുറവുണ്ട്. നമ്മളങ്ങനെ സ്പോട്ടിലെത്തി. പാർക്കിംഗ് ഏരിയയിൽ കാറ് പാർക്ക് ചെയ്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ഇവിടുത്തെ കാഴ്ചകളും വ്യത്യസ്തമല്ല. കൂടുതലുമുള്ളത് ഫുഡ് ഷോപ്പാണ്. നമ്മളിപ്പം മെയിൻ കുറ്റാലം വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. കുറ്റാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ എല്ലാം പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ. ഒത്തിരി ഐറ്റംസ്, ക്ലോത്ത് ആയാലും തുണികളായാലും ആഹാര സാധനങ്ങളൊക്കെ ആയാലും എല്ലാം കിട്ടുന്ന പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്. വഴിയോര കച്ചവടങ്ങൾ പൊടിപൊടിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് മുത്തുമാലകളും വളകളും ഒക്കെ വിൽക്കുന്ന കടകളും കച്ചവടങ്ങളുമാണ് കൂടുതലും ഉള്ളത്. അത് നല്ല ഭംഗിയുള്ള മാലകളും വളകളും ഒക്കെയാണ്. അതുകൂടാതെ കല്ല് വെച്ച മോതിരങ്ങളും. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം പിന്നിലായി നമുക്ക് കാണാം. മനോഹരമായൊരു കാഴ്ചയാണത്. കൈ നോക്കിയും തത്തമ്മയെ കൊണ്ട് കാർഡടിപ്പിച്ചും ഫലം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഫലം കേൾക്കുവാനും ആൾക്കാർ ഏറെയാണ്. അതും ഒരു കൗതുകമല്ലേ. എന്താ അവർ പറയാന്ന് കേൾക്കുന്നത്? ഊഴം കാത്ത് ക്യൂ ആണെന്ന് പറയാം. എല്ലാം രസമുള്ള കാഴ്ചകളാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൂടെ മുന്നോട്ട് നടന്ന് ഒരു പാലം കയറി റൈറ്റ് തിരിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ് അത് എത്തിച്ചേരുന്നത്. നല്ല തിരക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് സൺഡേ കൂടെ ആയതുകൊണ്ട്, അവധി ആയതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. വെള്ളം തീരെ കുറവാണ്. നല്ല ഉയരമുള്ളൊരു വെള്ളച്ചാട്ടം. 2 തട്ടുകളിലായി പതിച്ച് വെള്ളം താഴേക്ക് വീഴുന്നു. മുന്നിൽ നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു നാച്ചുറൽ ഫീലില്ല. ഒരു പക്ഷേ മുന്നിൽ കാണുന്ന ആ പാലവും ചുറ്റുമുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ കാണുന്നത് കൊണ്ടാവും. എപ്പോഴും വെള്ളച്ചാട്ടങ്ങൾ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ കാണുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി. പ്രകൃതിയുടെ തനിമ നിലനിർത്തി തന്നെ വേണം ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ. അതല്ലേ ഏറ്റവും നല്ലത്. നല്ല ഭംഗിയാണ് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കാണുവാൻ. ദിനംപ്രതി ഒരുപാട് ആളുകൾ എത്തുന്ന സ്പോട്ട് കൂടിയാണിത്. കുറ്റാലത്തിൻ്റെ തെങ്കാശിയുടെ ടൂറിസത്തിൻ്റെ മുഖമുദ്ര. മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. തെങ്കാശിയുടെ പ്രൊമോ വീഡിയോയിലൊക്കെ ഈ വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ആ വിഷ്വൽസൊക്കെ കാണാനായിട്ട്. സീസൺ ടൈമിൽ എപ്പോഴും ഇതേ തിരക്കാണ്. ചില സമയങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. തെങ്കാശിയിലേക്ക് കുറ്റാലത്തേക്ക് എത്തുന്ന ഏതൊരാളും ഈ സ്പോട്ട് കാണാതെ മടങ്ങില്ല. എന്തായാലും നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം.
അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കുറ്റാലത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. നമുക്ക് മറ്റൊരു കാഴ്ചയിൽ വീണ്ടും കാണാം.